ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ജൂലൈ 2025 സെറ്റ് കൊമേഴ്സ് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഷോർട്ട് ടേം അസറ്റ് മിക്സ് ഡിസിഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻസ്: ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഫിനാൻസിംഗ് ഡിസിഷൻ, പ്രോഫിറ്റ് അലോക്കേഷൻ ഡിസിഷൻ. അപ്പം ഷോർട്ട് ടേം അസറ്റ് മിക്സ് ഡിസിഷൻസിന് പറയുന്ന മറ്റൊരു പേരാണ് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡീൽസ് വിത്ത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് മാനേജസ് കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് മാനേജിങ് ഡേ ടു ഡേ റിസോഴ്സസ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസിന്റെ ദൈനംദിന കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഫിനാൻസിംഗ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസൈഡ്സ് ഹൗ ടു റേസ് ഫണ്ട്സ്. നമുക്കിതിൽ ഓർമ്മിച്ചു വെക്കാൻ ഈ കീവേഡ്സ് ആണ് നോക്കി വെക്കേണ്ടത്. ഷോർട്ട് ടേം എന്ന് കണ്ടാൽ അത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്, ലോങ് ടേം ആണെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്, ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫിനാൻസിംഗ് ഡിസിഷൻ ആണ്, പ്രോഫിറ്റ് യൂസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അലോക്കേഷൻ ആണ്. നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. Then next, by giving ownership right through stock option to managers will mitigate. മാനേജേഴ്സിന് നമ്മൾ സ്റ്റോക്ക് ഓപ്ഷൻ വഴി അവർക്ക് ഓണർഷിപ്പ് റൈറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് റെഡ്യൂസ് ചെയ്യാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഏജൻസി പ്രോബ്ലം, ഗോൾ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്, ഏജൻസി കോസ്റ്റ്, ഓൾ ഓഫ് ദീസ്. ഇതിൽ മാനേജേഴ്സിന് സ്റ്റോക്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഓണർഷിപ്പ് റൈറ്റ് കൊടുക്കുമ്പോൾ ഏജൻസി പ്രോബ്ലം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മാനേജേഴ്സും ഓണേഴ്സിന്റെയും ഗോൾ മാച്ച് ചെയ്യുന്നു. സോ ഏജൻസി പ്രോബ്ലം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗോൾ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്, അതും എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് എന്താണ്, രണ്ടു പേർക്ക് എന്താണ്, ഹയർ ഷെയർ വാല്യൂ ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ രണ്ടാളുടെയും ഗോൾ കോൺഫ്ലിക്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഏജൻസി കോസ്റ്റും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ മാനേജേഴ്സിന് എന്താണ്, കമ്പനിക്ക് എന്ത് ചെയ്യേണ്ട, അവരുടെ മാനേജേഴ്സിനെ ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏജൻസി കോസ്റ്റും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദീസ് ആണ്. The next question, what does capital recovery factor means? Options: present value of an annuity, the reciprocal of present value of an annuity factor, future value, none of the above. Answer വരുന്നത് the reciprocal of present value of annuity factor ആണ്. Then next question, which among the following is an example of systematic risk? Systematic riskന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. The corporate tax rate increased, the government resort to massive deficit financing, the inflation rate increases, and last, all of the above. ആൻസർ വരുന്നത് എന്താണ്? ഈ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് എഫക്ട് ദി എൻറ്റയർ ഇക്കോണമി, അല്ലെ? മാർക്കറ്റിനെ മൊത്തമായിട്ട് എഫക്ട് ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? കോർപ്പറേറ്റ് ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, മാസീവ് ഡെഫിസിറ്റ് ഫിനാൻസിങ് വരുന്നുണ്ട്, ഇൻഫ്ലേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ all of the above. The next, arrange the best sequence of activities in a capital investment decisions. താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന് ഒരു പ്രോസസ്സിനെ നമ്മൾ ഓർഡർ ആക്കാനാണ് പറയുന്നത്. ഒന്നാമത് കൊടുത്തിട്ടുള്ളത് ഇവാലുവേഷൻ ഓഫ് നെറ്റ് ബെനിഫിറ്റ് ആണ്. ദെൻ രണ്ട്, ഡെവലപ്മെന്റ് ഓഫ് ഫോർകാസ്റ്റ് ഓഫ് ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റ്, ദെൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, control of capital project, authorization of progressing and spending capital expenditure. അപ്പം ഇത് ഓർമ്മിച്ച് നമുക്ക് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന്റെ സീക്വൻസിന് ഓർമ്മിക്കാനായിട്ട് ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുക. IFEAC ചെറിയൊരു കോഡായിട്ട് ഓർമ്മിച്ച് വെക്കുക. ഐ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അത് കഴിഞ്ഞാൽ ഫോർകാസ്റ്റ് ഓഫ് ബെനിഫിറ്റ് ആൻഡ് കോസ്റ്റ്, ദെൻ ഇവാലുവേഷൻ ഓഫ് നെറ്റ് ബെനിഫിറ്റ്, ദെൻ ഓതറൈസേഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, സി എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ പ്രൊജക്റ്റ്. അപ്പോൾ IFEAC ഈ ഒരു കോഡ് ഓർമ്മിച്ച് വെച്ചാൽ നമുക്ക് മനസ്സിലാകും ഓപ്ഷൻ ഏതാ വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ആദ്യം ഐഡന്റിഫിക്കേഷൻ വരുന്നു, ദെൻ എന്താണ് ഫോർകാസ്റ്റിംഗ് വരുന്നുണ്ട്, രണ്ടാമത്തെ ഓപ്ഷൻ, ദെൻ ഇവാലുവേഷൻ വരുന്നു, ദെൻ അഞ്ചാമതായിട്ട് ഓതറൈസേഷൻ വരുന്നു, ദെൻ അത് കഴിഞ്ഞിട്ട് കൺട്രോൾ. ഈ ഒരു ഓർഡറിലാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന്റെ പ്രോസസ്സ് വരുന്നത്.
ഓർമ്മിച്ച് വെക്കുക, IFEAC. ആദ്യം ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ദെൻ ഫോർകാസ്റ്റ് ഓഫ് ബെനിഫിറ്റ് ആൻഡ് കോസ്റ്റ്, ദെൻ ഇവാലുവേഷൻ ഓഫ് നെറ്റ് ബെനിഫിറ്റ്, then authorization of capital expenditure, and last control of capital project. Okay, the next question. Identify the statement which is not true with respect to certainty equivalent used in risk analysis. certainty equivalent മായിട്ട് റിലേറ്റഡ് ആയിട്ട് റിസ്ക് അനാലിസിസിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം certainty equivalent varies inversely with risk. കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. certainty equivalentൽ റിസ്കിന് ഇൻവേഴ്സ് ആയിട്ടാണ് വരുന്നത്. ദെൻ certainty equivalent coefficient assumes a value between 0 and 1. ഇതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. certainty equivalent varies directly with risk. ഇത് തെറ്റാണ്. ഇത് ഇൻവേഴ്സ്ലി ആണ് വരുന്നത്, ഡയറക്റ്റ് ആയിട്ടല്ല. സെയിം ഡയറക്ഷനിലല്ല വരുന്നത്, ഇൻവേഴ്സ് റിലേഷൻ ആണ് വരുന്നത്. ദെൻ certainty equivalent ഈസ് എ ടെക്നിക് ഓഫ് റിസ്ക് അനാലിസിസ്. അപ്പം ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. certainty equivalent varies directly with the risk. Okay, thank you.